പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദയവരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും തീരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 1 അധ്യായം 3-4 വാക്യം. മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ എത്ര പേര് ഇത് ഇമാജിൻ ചെയ്യുന്നു? എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന് ക്രൂശിൽ താൻ മരിക്കേണ്ടി വരുന്ന വിവരത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയായിരുന്നു. പാപത്തെ അവൻ ക്രൂശിൽ തോൽപ്പിക്കുകയായിരുന്നു. മരണത്തെ അവൻ ക്രൂശിൽ തോൽപ്പിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു താനത് ചെയ്തത്? ജനത്തെ ദൈവവുമായി നിരപ്പിക്കുവാൻ, ജനത്തെ ഒന്ന് റെസ്റ്റോർ ചെയ്യുവാൻ. പക്ഷെങ്കിൽ തനിക്കറിയാമായിരുന്നു തൻ്റെ ശിഷ്യന്മാരെല്ലാം അതിൻ്റെ ആഴം അതിൻ്റേതായ നിലയിൽ ഗ്രഹിക്കില്ലെന്ന്. അതുകൊണ്ടാണ് ആദ്യം മുതലേ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു താൻ അവരെ വിട്ടു പോകുമെന്ന്. പോയി കഴിയുമ്പോൾ താൻ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യമൊക്കെ താൻ നല്ലവണ്ണം പറയുമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ താൻ പോയി സ്ഥലം ഒരുക്കുമെന്നും പിന്നീട് വന്ന് നമ്മെ ആ സ്ഥലത്തേക്ക്, അതായത് യേശു കർത്താവ് പറഞ്ഞത് 14:3 വാക്യം യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നത്, ജോൺ ചാപ്റ്റർ 14:3 പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളും. എത്ര വിശദമായിട്ട് അവൻ നമുക്ക് വേണ്ടി എല്ലാം പറഞ്ഞു തന്നു. ആശ്വാസപ്രദനുണ്ടല്ലോ പരിശുദ്ധാത്മാവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഒക്കെ എഴുതി വന്നത്. യേശു കർത്താവ് ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് റൂഹ അല്ലെങ്കിൽ ന്യൂമ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ പല പേരിലാണ് പറഞ്ഞിരിക്കുന്നത്, വന്ന് അവരെ ആശ്വസിപ്പിക്കുമെന്ന്, അവരെ പഠിപ്പിക്കുമെന്ന്, അവരെ ഗൈഡ് ചെയ്യുമെന്ന്, ദൈവം പറഞ്ഞ സകല കാര്യത്തെയും അവരെ ഓർമ്മിപ്പിക്കുമെന്ന് ഒക്കെ ജനത്തോട്, പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടാണ് താൻ പോയത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ദൈവം നമ്മുടെ കംഫർട്ടർ. നമ്മളെ അപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് എന്തുവാ? നമ്മുടെ അമ്മ എങ്ങനെ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന്, മുഴങ്കാലിൽ ഇരുത്തി ലാളിക്കുമെന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. ഓർത്ത് നോക്കിയേ, ആ കൈകളിൽ ചേർത്ത് പിടിച്ച് ആ നെറ്റിമേൽ ഉമ്മ വെച്ച്, അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലപ്പോഴും അമ്മയുടെ സ്നേഹം ഓർക്കുമെങ്കിലും ഈ ദിവസങ്ങളിൽ ഞാൻ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ കൂടെ ആയിരിക്കുന്നതിനാൽ നമുക്ക് ആ സ്നേഹം, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം നമുക്ക് ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പറ്റും. ഹൗ ഐ ലവ് ദാറ്റ് അവർ ഗോഡ് ഈസ് എ കംഫർട്ടിങ് ഗോഡ്. നമ്മൾ സ്റ്റംബിൾ ചെയ്യുമ്പോൾ വീണ് നിലംപരിച്ചായി പോകാതെ നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം യേശു കർത്താവ് നമ്മുടെ അരികിൽ തന്നെയുണ്ട്. നമ്മൾ കഷ്ടതയിൽ കൂടി പോകുമ്പോൾ അവൻ തൻ്റെ സ്നേഹത്തിൻ്റെ കരം കൊണ്ട് നമ്മളെ ചുറ്റിപ്പിടിച്ച് നമ്മുടെ എല്ലാ കഷ്ടതകളും അവൻ ഏറ്റെടുക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കംഫർട്ട് വേണ്ട സമയങ്ങൾ ആവശ്യമുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കും ദൈവത്തിലെ നമുക്ക് ഒരു കംഫർട്ടറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ കംഫർട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് തീർച്ചയായും തരും. അതുകൊണ്ടാണ് പറയുന്നത്, സകല കഷ്ടങ്ങളിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളതെന്ന്. നിങ്ങൾക്ക് കാതറിൻ മാർഷലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
പീറ്റർ മാർഷലിൻ്റെ വൈഫാണ്. നല്ലൊരു എഴുത്തുകാരിയാണ്. ബിയോണ്ട് അവർ സെൽസ് സംതിങ് മോർ, ഈ ബുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നല്ല അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് എഴുതി ആത്മീയ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു റൈറ്ററാണ് താൻ. നമ്മൾ നമ്മുടെ ദൈവത്തോട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറയുമ്പോൾ നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിശ്വാസത്തോടെ നാം അത് ഏറ്റെടുക്കണം. നമ്മുടെ കർത്താവ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ചെയ്യുകയാണെന്ന്. പ്രൈസ് ഗോഡ്. ദിസ് മീൻസ് ദാറ്റ് when he closes a door in our face, we do well not try to crush that door. Sensitivity is needed here. കേട്ടോ, ഷെപ്പേർഡ് നമുക്ക് മുന്നേ പോകുമെന്ന് പറഞ്ഞാൽ ഷെപ്പേർഡ് മുന്നമേ പോയിരിക്കുക തന്നെ ചെയ്യും. അവൻ നമുക്ക് വേണ്ടി വഴി ഒരുക്കുന്നവനായി വെളിപ്പെടും. യഹോവ റോഹി, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അല്ലേ, നമുക്ക് സങ്കീർത്തനം 23 ആദ്യ ഭാഗത്ത് തന്നെ അത് വിവരിച്ചിട്ടുണ്ട്. ആര്? രാജാവായ ദാവീദ്. ആദ്യം ആരായിരുന്നു? ഫോമർ ഷെപ്പേർഡായിരുന്നല്ലേ. എന്തോ പറയുന്നത്? ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ആം നെവർ ഇൻ നീഡ്. അപ്പോൾ ഈ ദാവീദിൻ്റെ സമയം തൊട്ട് ഇന്ന് വരെയും ഒരു ഷെപ്പേർഡിൻ്റെ ജോലിക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ല. എല്ലാ പ്രിഡേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കയ്യിലുള്ള ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതാണ് ഷെപ്പേർഡിൻ്റെ ജോലി. ഷെപ്പേർഡ് അതാ ചെയ്യുന്നത്. അവൻ തൻ്റെ ജനത്തെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, തണുത്ത വെള്ളത്തിലേക്ക്, വെള്ളത്തിനരികത്തേക്ക്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ഒക്കെ നടത്തും. തൻ്റെ ആടുകൾ വളരെ കാമായിട്ട് ഇരിക്കാൻ തക്കവണ്ണം, അവയ്ക്കൊരു റെസ്റ്റ് കൊടുക്കുവാൻ തക്കവണ്ണം വേണ്ട സ്ഥലത്തേക്ക് അവയെ ലീഡ് ചെയ്യും. അതാണ് നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. ദൈവം നമ്മെ ഡയറക്റ്റ് ചെയ്യുന്നത് ഇതേ വഴിയിലാണ്. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 23 2-3 വാക്യം അത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാവുന്നതാണ്. സാം 23 വേഴ്സസ് 2 and 3. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കോരികൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഓരാനിടത്തവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മുടെ ഷെപ്പേർഡായിട്ട് ഒന്ന് പ്രതിഷ്ഠിക്കാമേ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ജ്ഞാനം തരും, അല്ലേ? ആ ജ്ഞാനത്തിൽ നാം ആശ്രയിക്കണം. ആ ജ്ഞാനം പ്രാപിപ്പാൻ തക്കണം നാമും ഉത്സാഹിക്കണം. വലിയ വിവരണങ്ങളൊന്നും കൂടാതെ ചില വാക്യങ്ങൾ സദൃശവാക്യത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയാം. തീർച്ചയായിട്ടും അത് ഹൃദയത്തിൽ കരുതി കൊള്ളണം. സദൃശവാക്യം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ച് വെക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ. അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമായിരിക്കും. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇതെല്ലാം വ്യത്യാസമാണ്. ദൈവം നമുക്ക് വിസ്ഡം തരും, അണ്ടർസ്റ്റാൻഡിങ് തരും. ദൈവമായിട്ട് നാം നല്ല സൗഹൃദത്തിലായിരിക്കണം കേട്ടോ. അവൻ നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടായിരിക്കുന്നത്. നല്ല വഴിയിൽ കൂടി മാത്രം അവൻ നമ്മെ നടത്തും. നാം എന്ത് ചെയ്യണം എന്നവൻ നമ്മെ കാണിച്ചു തരും. എങ്ങനെ? അവൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചിട്ട്, അപ്പോൾ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കി, റൈറ്റ് ആൻഡ് റോങ് അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി റൈറ്റായിട്ടുള്ളത് മാത്രം അനുസരിപ്പാൻ നമ്മെ സഹായിക്കും. എപ്പോഴും നമ്മെ സേഫായിട്ട് സൂക്ഷിക്കും. നമുക്ക് വേണ്ട ഇൻസൈറ്റ്സ് നമ്മുടെ ദൈവം നമുക്ക് തരും. അതിനായിട്ടെല്ലാം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുനടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ,
നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളുടെ നല്ല ഇടയനായിട്ട് ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ജ്ഞാനം തന്ന് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തി കൃപയിൽ 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 സൂക്ഷിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. സർവ്വമഹത്വം ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.